പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. ടോക്ക് വിത്ത് ജിംഷി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മുടെ പൊളി ഫിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ദിവസത്തിന് മുന്നേ ഉള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് പുള്ളിക്കാരൻ പറയണത് മമ്മൂക്കയെ പറ്റിയിട്ടാണ്. ആരാണ് പൊളി ഫിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പൊളി ഫിറോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റന്റ് ആണ്. അതായത് ബിഗ് ബോസ് സീസൺ 3 പുള്ളിക്കാരൻ്റെ സംസാരം ശരിയല്ലാത്തതിൻ്റെ പേരിൽ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ പൊളി ഫിറോസ്. അപ്പോൾ അതിനുശേഷമാണ് പൊളി ഫിറോസിനെ കൂടുതൽ ആൾക്കാർ അറിയാനായിട്ട് തുടങ്ങിയത്. ഇതിന് മുന്നേ പുള്ളിക്കാരൻ ഏഷ്യാനെറ്റ് പ്ലസിനകത്ത് ഡേഞ്ചറസ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ട് ബിഗ് ബോസിലാണ് ഈ പുള്ളിയെ എല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തായാലും പൊളി ഫിറോസിന്റെ ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് മമ്മൂട്ടിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ റിയൽ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് പൊളി ഫിറോസ് പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരുടെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെ പറ്റിയിട്ടും വന്ന് കുറ്റങ്ങൾ പറയുവാണ്. കാര്യം നെഗറ്റിവിറ്റിയിലൂടെ പബ്ലിസിറ്റി നേടുക, അതാണ് മെയിൻ പരിപാടി. അല്ല വേറെ ഒരു സംഭവമൊന്നുമല്ല. അല്ല നാട് നന്നാക്കാനോ സിനിമാക്കാരെ നന്നാക്കാനോ ഒന്നുമല്ല. എനിവേ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ നമുക്ക് കണ്ടു നോക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് മമ്മൂക്ക അതുവരെ നമ്മൾ ടി വി സിനിമയിൽ മാത്രം കണ്ട, കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യത്തെ എൻ്റെ ഷോട്ട് തന്നെ കൈ ചൂണ്ട്, ക്ലോസ് റേഞ്ചാണ്, കൈ ചൂണ്ടിട്ട് നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആവുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ ഈ ചാവുന്നതിന് മുന്നേ മൃഗങ്ങളുടെ ചെവിയിൽ ഈ വെള്ളം ഒഴിക്കുമെന്ന് പറയത്തില്ലേ, അതിന് മുന്നേ ഉള്ളൊരു തുടക്കമാണ് കേട്ടോ. അല്ല നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ വണ്ടടിക്കേണ്ട കാര്യമില്ല. നല്ലത് അങ്ങോട്ട് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പറയാൻ പോണതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എനിവേ ഇതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, മമ്മൂക്ക നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ആദ്യമേ ഒരു ടേക്ക് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പല കേസും എടുത്ത് നോക്കാം. ജോജു ജോർജിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയ സമയത്ത്, കാര്യം പുള്ളിക്കാരന് പേടിയായിരുന്നു. കാര്യം ബിക്കോസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന മമ്മൂക്കയാണ്. അതായത് വ്യക്തമായിട്ട് ആ ഡയലോഗ് ഒന്നും പ്രോപ്പറായിട്ട് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ടേക്ക് എടുത്ത് 2 ടേക്ക് എടുത്ത് ശരിയാവാതെ ഇരുന്നപ്പം മമ്മൂക്കയാണ് വന്ന് കൂളാക്കിയിട്ട് കുറച്ചൊന്ന് മോട്ടിവേഷനൊക്കെ തന്നിട്ട് അതിന് ശേഷമാണ് ആ ഒരു ഡയലോഗ് നല്ല സ്മൂത്തായിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് ജോജു ഒക്കെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോജു ജോർജ് മാത്രമല്ല, ഇപ്പോഴത്തെ ഓരോ സിനിമാ നടന്മാരെയൊക്കെ ഫേമസ് ആക്കിയതിനകത്ത് മമ്മൂക്കയ്ക്ക് നല്ല പങ്കുണ്ട്. അപ്പം ഞാൻ എവിടെയും ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നെഗറ്റീവ് പറയുന്ന എങ്ങും കേട്ടിട്ടില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് ഈ മമ്മൂക്ക ആരുടെ ഇങ്ങനെ വണ്ടിക്കകത്ത് അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ദേഹത്ത് അങ്ങോട്ട് ഇങ്ങനെ തൊടാൻ പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ കൈതട്ടി മാറ്റുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക ഭയങ്കര അഹങ്കാരിയാന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഗോസിപ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ആരും ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് മോശം പറയുന്ന ഞാൻ എങ്ങും കേട്ടിട്ടില്ല. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പേരോ അല്ലെങ്കിൽ മമ്മൂക്കയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കോൺട്രവേഴ്സീസോ ഒരു മനുഷ്യർ പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുടെ കണ്ടുനോക്കാം. പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടലിൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ 2ാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായതായിട്ട് ഒരു മനുഷ്യരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഒരാൾ നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ, പ്രത്യേകിച്ച് മമ്മൂക്കയെ കാട്ടി നല്ലൊരു ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ അത് പുള്ളിക്കാരൻ ആ സെറ്റിൽ വെച്ച് ഊരിപ്പിക്കും എന്നാണ് പറയണത്. ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മനുഷ്യരുണ്ടോ? എനിക്കറിയത്തില്ല. എന്തായാലും അറിയാവുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫിലിം ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ ഇതുമായിട്ട് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഫിലിം ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അവരാരും ഈ പറയുന്ന ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെയുള്ളൊരു കുറ്റം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ചില സമയത്ത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ജാടയാണ് അതാണെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ശരിക്കും പൊളി ഫിറോസ് ഈ ഒരു സംഭവത്തിനകത്തൂടെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? പൊളി ഫിറോസിൻ്റെ ഈ അടുത്ത് ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു ഈ ഒരു ഹേമ കമ്മിറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അതിനകത്ത് ഒരുപാട് നടന്മാരെ കുറ്റം പറയുന്നു,
പറയുന്നുണ്ടായിരുന്നു. പല നടന്മാരുടെയും പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എങ്ങും ഞാൻ ഈ പുള്ളി ഇങ്ങനൊരു സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പലരെയും പറ്റിയിട്ട് പുള്ളിക്കാരൻ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്കയെ പറ്റിയിട്ട് അവിടെ എങ്ങും സംസാരിക്കാതെ പുള്ളി ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്ന് സംസാരിച്ചത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമുക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പോളിഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്തിനായിരുന്നു ബിഗ് ബോസ് സീസൺ 3യിൽ നിന്ന് എടുത്ത് പുറത്താക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷോ കണ്ടുകൊണ്ട് നിന്നവർക്കും അറിയാം. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിലാണ് പോളിഫിറോസിനെ എടുത്ത് പുറത്ത് കളഞ്ഞത്. കാര്യം ആ ഒരു ഷോ എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല. പലർക്കും പേഴ്സണൽ ലൈഫിൽ ബാധിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അതിനകത്തുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും ഒരു വ്യക്തത വേണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. ഇല്ല നമുക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി പോലെ ഒരു മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചോദിക്കും നമുക്ക് ഈ പറയുന്ന വ്യക്തികളുടെ ഒന്നും പേഴ്സണൽ ലൈഫോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് പറയത്തില്ലേ? ഈ അടുത്ത് രഞ്ജിത്തിനെ പറ്റിയിട്ട് ഒരു സംഭവം നമ്മൾ കേട്ടല്ലോ. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ചെവുക്കല്ലടിച്ച് പൊട്ടിച്ച ഒരു വിഷയം അഷ്റഫ് ആലപ്പി എന്ന് പറയുന്ന ഒരു പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ പുള്ളിക്കാരൻ ശരിക്കും ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പല കാര്യങ്ങളും ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ? അപ്പോൾ അയാളൊക്കെ പറയുന്നതിനകത്ത് പിന്നെ ഒരു കാര്യമുണ്ട്. പക്ഷെ അയാൾ പോലും ഈ പറയുന്ന മമ്മൂക്കയെ പറ്റിയിട്ടൊന്നും വന്ന് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വ്യക്തിയെ ഞാൻ ഈ പറയുന്ന പോലെ മൂവീസിലോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല ഈ പുള്ളിക്കാരൻ മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടോ. 1-2 സീരിയൽസിനകത്തൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇതിൽ ബാക്കിയുടെ കണ്ടുവെക്കുക. അങ്ങനെയാണ്. പക്ഷെ നമുക്കത് പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ. അതായത് ഞാനൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സിനിമ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലെ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്. ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി. അപ്പോൾ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്താണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ അയാളുടെ ഈ അടുത്തിടയ്ക്ക് ആ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ആ ഒരു മനുഷ്യന് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് വന്ന് പറയേണ്ടത് അല്ലേ? ഈ പറയുന്ന പോളിഫിറോസും ഇത് കേട്ടറിഞ്ഞതാണ്, നേരിട്ട് കണ്ടറിഞ്ഞതല്ല. അവിടെ നിങ്ങൾ ആലോചിച്ച് വേണം. ഇയാളെല്ലാം അവിടെ ഇവിടെയും കേട്ടിട്ടുള്ള കുറച്ച് ഗോസിപ്പ് കഥകളാണ് ഈ പുള്ളി വന്ന് പറയുന്നതെന്ന് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വ്യക്തമാണ്. അല്ലാതെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് എന്താണ് പേഴ്സണലി അറിയാതെയാണ് വായി തോന്നുന്ന വന്നിരുന്ന് സംസാരിക്കുന്നത്. പല ആൾക്കാരെ പറ്റിയിട്ട് ഇയാൾ വന്നിരുന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പുള്ളിക്കാരനെങ്ങാണ്ട് 1-2 സീരിയലിലെങ്ങാണ്ട് അഭിനയിച്ചെന്നുള്ള പേരും പറഞ്ഞിട്ട് ഇത്രയും വന്നിരുന്ന തോന്നിവാസങ്ങൾ വന്നിരുന്ന ഓരോരുത്തരെ പറ്റി സംസാരിക്കേണ്ട ഒരാവശ്യം ഇവിടെ വരുന്നില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും ഒരു മോശക്കാരനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാളെങ്കിലും ഇതിനെ പറ്റിയിട്ട് വന്ന് പുറത്തു പറയാത്തത്? എന്താ പേടിച്ചിട്ട് വല്ലതും ആണോ? ഇയാൾ പറയുന്നു ഈ മമ്മൂട്ടിയെ താങ്ങി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള സിനിമകളിലൊക്കെ ചാൻസ് കിട്ടത്തുള്ളൂ എന്ന്. അപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പവർ ഗ്രൂപ്പിനകത്തൊക്കെ മെയിൻ ആളാണോ ഈ പറയുന്ന മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി? എനിവേ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ ഒരു വിഷയം ശരിക്കും നടന്നിട്ട് ഞാൻ മമ്മൂക്കയെ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ ഒരു അനുഭവം മമ്മൂക്കയിൽ നിന്ന് ആർക്കാണോ അനുഭവപ്പെട്ടത് ആ ആൾ വന്ന് പറയുമ്പോഴായിരിക്കും നമുക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവുന്നത്. അല്ലാതെ പോളിഫിറോസ് ഒന്നും വന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ നമ്മൾ അത്ര മണ്ടന്മാരല്ല. ഒരു വേറുള്ളൊരു കണ്ടോളൂ. അല്ല ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ അന്നേരം ഈ ഇൻസിഡന്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്തായിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ നട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാതെ ഞാനവിടെ നിൽക്കുമ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. മമ്മൂക്കാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. അങ്ങരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരവും തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ. പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തി ഇത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. നമുക്കൊക്കെ പേഴ്സണലി ഇങ്ങനെ ഒരു അനുഭവം ഒരാളുടെ അടുത്ത് നിന്ന് നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളോട് നമ്മൾ സഹകരിക്കുമോ, അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് വന്നിരുന്ന എവിടെയെങ്കിലും പുകഴ്ത്തി നമ്മൾ സംസാരിക്കുമോ? എനിക്കറിയത്തില്ല, ഞാൻ ഒരിക്കലും സംസാരിക്കത്തില്ല, ഞാൻ വളരെ മോശമായിട്ടേ സംസാരിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു അനുഭവം ഒരാളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ എന്താണ് ശരിക്കും വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും മേ ബി ആ പുള്ളി കുറ്റമായിട്ട് പറഞ്ഞ സാധനം ഇനി ഇതൊരു കോൺട്രവേഴ്സി ആക്കണ്ട എന്നുള്ള രീതിയിൽ ഇയാൾ വളച്ചൊടിച്ച് സംസാരിച്ചായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. കാര്യം ബിക്കോസ് ഒരു റീസണും ഇല്ലാതെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് വായി തോന്നുന്ന തോന്നിവാസം വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് ഇതുവരെ എങ്ങും കേൾക്കാത്ത സ്റ്റോറീസാണ് ഈ പുള്ളി വന്ന് സംസാരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു സിനിമാ നായൻ്റെ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മനസ്സിലായി. പക്ഷെ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല. അത് പുള്ളി എന്നല്ല, മമ്മൂട്ടി എന്നല്ല, മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തിനാണത്? അത് ഈ താര ആരാധനയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ഒരു ചാനൽ പോയിട്ട് ഇൻ്റർവ്യൂ നോക്കാം. എന്തായാലും ഫിറോസ് ഖാൻ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി വലുതായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനൊക്കെയാണോ ഈ പറയുന്ന മമ്മൂട്ടി? നല്ലൊരു ഷർട്ട് ഇട്ടെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ അത് ഊരിച്ച് മാറ്റേണ്ട ആവശ്യം എന്തുവാ? എനിക്കറിയത്തില്ല. മേ ബി നല്ലൊരു കാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ എടുത്ത് വെച്ച് ഓടിച്ചിട്ട് ചുമ്മാ കറങ്ങിയിട്ടൊക്കെ മേ ബി കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുമായിരിക്കാം. അതൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ല വണ്ടികളോടെ പുള്ളിക്കാരന് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലൊരു ഷർട്ട് ഒരുത്തന്നെ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഉരിച്ച് മാറ്റിയിട്ട് വേറെ ഷർട്ട് കൊടുക്കുക, അതൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ ഇപ്പോഴും? അങ്ങനെയുള്ള മാടമ്പി സ്വഭാവം അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ടോ? എനിവേ എന്തായാലും കൊള്ളാം. പൊളി ഫിറോസ് ഇതൊക്കെ പറയുമ്പോൾ ആലോചിക്കുക, സ്വന്തം ഭാഗം കൂടെ ക്ലിയർ ആണോ എന്ന് നോക്കുക. പലരെ പറ്റിയും വന്നിരുന്ന കുറ്റം പറയുന്നത് കാണാം. നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പറ്റി വന്നിരുന്ന കുറ്റം പറയാമോ? ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.